സന്ദീപ്, എടാ, എത്ര നാളായി ഇപ്പോ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് വന്നിട്ട്? ആദ്യത്തെ സിനിമയാണോ പറയണ്ടേ? സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള ആഗ്രഹം തൊട്ടാണെങ്കിൽ ആഗ്രഹം തൊട്ട് പറഞ്ഞോ? എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇത് കേൾക്കാൻ. എനിക്ക് തോന്നുന്നു ഞാനൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമേ. 9ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ ആഗ്രഹമാണ് സിനിമ നടനാവണം എന്നുള്ളൊരു ആഗ്രഹം. ആഗ്രഹം അതിന് മുന്നേ കുറച്ചും കൂടെ മുന്നേ തുടങ്ങി. പക്ഷെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയത് 9ാം ക്ലാസ് തൊട്ടാണ്. ഷോർട്ട് ഫിലിം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഷോർട്ട് ഫിലിമിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്? അതെ. ഏത് ഷോർട്ട് ഫിലിം ആയിരുന്നു? ആദ്യത്തെ ഷോർട്ട് ഫിലിമിന്റെ പേര് സ്റ്റോറി സ്ക്രീൻ പ്ലേ ഡയലോഗ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. യൂട്യൂബിലുണ്ടോ അത്? യൂട്യൂബിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. കാണാതിരിക്കാനാണ് നല്ലത്. വെറുതെ അത് നമ്മുടെ വാഴയുടെ ഡയറക്ടറല്ലേ? വാഴ ഗൗതമൻ രഥം, അതിന്റെയൊക്കെ ഡയറക്ടറാണ് ആനന്ദ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനും ആനന്ദേട്ടനും ഒരു സ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങള് ലിസ്യു എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ എന്റെ സീനിയർ ആയിരുന്നു ആനന്ദേട്ടൻ. അപ്പൊ ഞങ്ങൾ തമ്മിൽ, ഞാൻ 10 പഠിക്കുമ്പോ പുള്ളി +2 പഠിക്കുക, 9 പഠിക്കുമ്പോ +1. അപ്പൊ അന്ന് ആ സ്കൂളില് ആകെ സിനിമ പ്രാന്ത് വെച്ച് നടന്നിരുന്ന 2 പേരുള്ളൂ, ഞാനും ആനന്ദേട്ടനും. ഏതായിരുന്നു സ്കൂള്? ലിസ്യു എന്നാണ് സ്കൂളിന്റെ പേര്. വൈക്കത്താണ് സ്കൂള്. അപ്പൊ ഞങ്ങളായിരുന്നു സ്കൂളിൽ ആകെ സിനിമ പ്രാന്ത് പിടിച്ച് നടക്കുന്ന 2 പേര്. അപ്പൊ ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, സിനിമ നടനാവാനാണോ ആഗ്രഹം എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ അതെ. നിങ്ങൾക്ക് ഡയറക്ടർ ആവാനാണോ ആഗ്രഹം? അപ്പൊ ആനന്ദേട്ടൻ അതെ, കൈവിടളിയാ. അങ്ങനെ ഞങ്ങള് കമ്പനിയായി. ഞങ്ങള് ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഷോർട്ട് ഫിലിം ചെയ്താലും ഒരുമിച്ച്. പറഞ്ഞു ചെയ്യാം. അപ്പം പുള്ളിയുടെ ക്ലാസ്സിൽ പഠിക്കണ കുറച്ച് ചേട്ടന്മാരുണ്ട്. അപ്പൊ എന്റെ ക്ലാസ്സിൽ ആർക്കും അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ പുള്ളിയുടെ ക്ലാസ്സിലുള്ള കുറച്ച് പേർക്ക് എന്തൊരു സാധനം ചെയ്യണല്ലോ, നമുക്ക് ചെയ്യാം എന്നുള്ളൊരു സെറ്റപ്പില് അനന്തേട്ടന്റെ കുറെ ഫ്രണ്ട്സ് വന്നു, ഒരുപാട് പേര് വന്നു. അപ്പൊ ആന്റണി, ജെഫിൻ, മെൽബിൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം. നമ്മള് സാംസങ് എസ് സീരീസ് ആണെന്ന് തോന്നുന്നു, ഏതൊരു ഫോണില് നമ്മള് ഒരു ചെറിയ സീരീസ് തുടങ്ങിയ സമയമാണെന്ന്. എനിക്ക് എസ് ആണോന്ന് അറിയില്ല, ഏതൊരു പരിപാടിയാണ് സാംസങ്ങിന്റെ. അപ്പൊ അതില് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പം മറ്റേ ബ്ലർ വരുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ. എന്നാലല്ലേ ആ സിനിമയുടെ ഒരു 10,000 രൂപയുടെ ഫോണിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ തരാണ്. അതെ. അപ്പൊ ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഇതല്ല സിനിമ, കുറച്ചും കൂടെ ബ്ലറൊക്കെ വേണ്ട. അപ്പൊ എന്നെ കാണാൻ ഒരു രസമില്ല വീഡിയോയില്, ഭയങ്കര പ്ലെയിൻ ആയിട്ടിരിക്കുന്നു. ഞാൻ നായകൻ ലുക്ക് വരുന്നില്ല, ഞാൻ തന്നെ നായകൻ. അപ്പൊ പുള്ളി ഓക്കെ. അപ്പം കൂട്ടുകാരൻ്റെ ഒരു DSLR ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങള് ഒരു DSLR വേണ്ടി പോയി കാല് പിടിച്ച്, ചേട്ടാ 1-2 ദിവസത്തെ ഷൂട്ട് DSLR തരുമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി തന്ന്. അങ്ങനെ ഞങ്ങൾ ആദ്യമായി DSLR-ൽ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങള് ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തു. അതാണ് സ്റ്റോറി സ്ക്രീൻ പ്ലേ ഡയലോഗ്. അത്യാവശ്യം നല്ല തെറിവിളി കിട്ടി യൂട്യൂബില്. എടുത്തോട്ട് ആദ്യത്തെ ട്രൈ ആണ്. ആ ട്രൈന്ന് ഇപ്പൊ വാഴയും ഒരു മെയിൻ നടനും ആയില്ലേ? അതെ. ഇന്ന് ആ കമന്റ്സ് ഇട്ടവർ, അയ്യോ, ആ കമന്റിനൊക്കെ ഇപ്പൊ ആരെങ്കിലും റിപ്ലൈ കൊടുക്കണമെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ? അതെ. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ എനിക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ ഗ്രൂപ്പില്, ഞങ്ങൾ എല്ലാവരും കൂടെ ഗ്രൂപ്പ് പേരിട്ടു കേട്ടോ. ലൂമിയർ ബ്രോസ് എന്നാണ് മറ്റേ ഗ്രൂപ്പിന്റെ പേര്, ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ പേര്. അന്നത്തെ സ്മാർട്ട് ബോയ്സ് പോലെ ലൂമിയർ ബ്രോസ്, ലൂമിയർ ബ്രദേഴ്സിന്റെ ലൂമിയർ ബ്രോസ് അങ്ങനെ. അപ്പോൾ അതിൽ ഞങ്ങൾ ഒരു മെമ്പർ ഇപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. സ്റ്റോറി സ്ക്രീൻ പ്ലേ ഡയലോഗിന്റെ കമന്റ്സിൽ ഇങ്ങനെ ഈ ഷോർട്ട് ഫിലിമിൽ ഉണ്ടായിരുന്ന 2 പേർ ഇന്നൊരു പുതിയ നായകനും ഒരു ഡയറക്ടറുമായി തീർന്നിരിക്കുന്നു. ഇപ്പൊ ആ വീഡിയോയിൽ ഒരു കമന്റ് ഉണ്ടാവും. അപ്പൊ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെയാണ് ഞാൻ അതപ്പോ ഏത് വർഷമായിരുന്നു? 2012 13-14 2012. കാരണം സീരീസ് ഇറങ്ങുന്ന അപ്പോഴാണ്. അപ്പോ 2013-ലാണെന്ന് തോന്നുന്നു ഫിലിം സ്റ്റാർട്ട് ചെയ്യണത്. റിലീസ് ആയ കുറച്ച് സമയമൊക്കെ എടുത്തിട്ടാണ്. അപ്പോഴാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം ഈ സ്കൂളിന്റെ ഇടയിൽ വേണം ഷൂട്ട് ചെയ്യാൻ. അതെ, പഠിച്ചോണ്ടിരിക്കുക. ശനി ഞായറൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഫോൺ S4. ഏതാ? S4, ഗാലക്സി S4 ആയിരിക്കാം. കാരണം 2012-ലാണ് iPhone 4S ഇറങ്ങുന്നത്. അപ്പോ ആ സമയത്ത് അതിന്റെ കൂടെ ഇറങ്ങിയതാണ് ഗാലക്സി 4S. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 13-14, അത് കറക്റ്റ് സമയമാണ്. എനിക്ക് ഇതിലൊരു ഡുവോസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, അതിനുണ്ടായിരുന്നു. അതെനിക്ക് ഓർമ്മയില്ല, അത്രയ്ക്ക് ഓർമ്മശക്തി ഇല്ലടാ. ഷാസിനോട് ചോദിച്ചിരുന്നെങ്കിൽ അവ ഇപ്പൊ പറഞ്ഞു തരും, അവ ഇപ്പൊ പറത്തി പറഞ്ഞു തന്നു. അപ്പം
അങ്ങനെയാണ് ഷോർട്ട് ഫിലിമിലേക്ക് വന്നത്. അങ്ങനെ ആ കമന്റ്സിൽ പക്ഷെ ഒരുപാട് നല്ല കമന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. കാര്യം അവര് ആ നല്ല കമന്റ്സ് ഇട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ പണിനിർത്തി പോയേനെ. കാര്യം നമുക്ക് പറ്റുന്ന പണി അല്ല എന്നുള്ളൊരു ഫീൽ വന്നതാണ്. പക്ഷെ അതിലൊരു 60% നല്ല ആൾക്കാർ കൊള്ളാം, നല്ല അറ്റംപ്റ്റ് എന്നൊക്കെ ഉള്ള കണ്ടപ്പോൾ നമുക്ക് ഓക്കെ, എവിടേക്കോ നമുക്ക് എന്തൊക്കെയോ ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് വന്ന ആൾക്കാരും ആ കമന്റ്സിലാണ് നമുക്ക് ആദ്യമേ കിട്ടിയൊരു ഭാഗ്യം, മോട്ടിവേഷൻ. അതെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ചറവറ ഷോർട്ട് ഫിലിം ചെയ്യാൻ തുടങ്ങി. ഞങ്ങളൊരു 10-15 ഷോർട്ട് ഫിലിം DSLR അല്ല, മാറി മാറി ആ സമയമാകുമ്പോൾ കുറെ പേര് ഓക്കെ നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്തു. അങ്ങനെ കുറെ ഷോർട്ട് ഫിലിം പിന്നെയും ഭാഗമാകാൻ പറ്റി. വെറൈറ്റി പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഡയറക്റ്റ് ചെയ്യുന്ന ആനന്ദേട്ടനാണ്, എല്ലാത്തിലും നായകൻ. അപ്പൊ ഞാനും ആനന്ദേട്ടൻ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് നമ്മുടെ ഒരു വീഡിയോ, നമ്മുടെ ഷോർട്ട് ഫിലിം ഏതെങ്കിലും ഒരു സിനിമാക്കാരൻ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ അംഗീകരിക്കുന്ന വരെ നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൃഢനിശ്ചയം നമ്മൾ എടുക്കുന്നു. എപ്പോ ഒരു സിനിമാക്കാരൻ കണ്ടിട്ട് നിങ്ങളൊരു സിനിമ ചെയ് എന്ന് പറയുന്ന മൊമെന്റിൽ നമ്മൾ ഷോർട്ട് ഫിലിം നിർത്തി സിനിമ ചെയ്യാൻ പോകുന്നു. ഇതായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ. അങ്ങനെ ഞങ്ങളുടെ ഒരു 10-12 ഷോർട്ട് ഫിലിം ആണെന്ന് തോന്നുന്നു, ശാന്തി മുഹൂർത്തം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഞങ്ങൾ ചെയ്തു. അപ്പൊ അതൊരു റോംകോം ഒരു ഷോർട്ട് ഫിലിമാണ്, റോംകോം ആണ്. ആ സമയത്ത് അത് ഭയങ്കര വൈറലായി. ഓൾമോസ്റ്റ് അന്നത്തെ ഒരു 1 മില്യൺ ഒക്കെ അടുത്തേക്ക് എത്തി. 2016 സമയത്തിലെ ഒരു 8 lakhs 9 lakhsലേക്കൊക്കെ ആ സമയത്ത്. അത് ഭീകരം വ്യൂ ആണ്, അതും യൂട്യൂബില് നല്ല പൈസ കിട്ടി കാണുമല്ലോ. അല്ല, മോണിറ്റൈസേഷൻ ഇല്ലായിരുന്നു, നമുക്ക് അന്ന് അത്ര നോളജ് ഇല്ല. കിട്ടി, പൈസ കുറച്ച് കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു ഇന്റൻഷനിലായിരുന്നില്ല. ഒരു മൂവി ഇൻഡസ്ട്രിയിലോട്ട് ക്രാക്ക് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പൊ പൈസ എന്നുള്ളത് പിന്നെ നമ്മൾ ചെയ്യുന്ന ഷോർട്ട് ഫിലിമിന് വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ല. അതായത് നമ്മളെല്ലാരും ബ്രെഡും പാലും ഒക്കെ തിന്ന് രാവിലെ പോകുന്ന മണ്ണിന്റെ മണമുള്ള ഷോർട്ട് ഫിലിമുകളായിരുന്നു. എല്ലാവരും സ്വന്തം വണ്ടി, ഒരുപാട് എന്താ പറയാ, ആ സമയത്ത് എൻ്റെ അച്ഛൻ ദുബായിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സമയമൊക്കെ. അപ്പോൾ അച്ഛൻ കുറച്ച് പൈസ തരുന്നു, വലിയ പൈസ ഒന്നുമില്ല, 5000 രൂപ. അങ്ങനെ ഫാമിലിയൊക്കെ കുറച്ച് പൈസ, ഫ്രണ്ട്സ് കുറച്ച് പൈസ, അങ്ങനെ എല്ലാം കൂടെ ഒരു 10-30,000 രൂപയ്ക്കൊക്കെ നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരുന്നത്. 25-30 രൂപ അങ്ങനെയൊക്കെ. ആർക്കും റെമ്യൂണറേഷൻ ഒന്നും ഇല്ലല്ലോ, നമ്മൾ തന്നെയാണ് എഡിറ്റ് ചെയ്യണം. ഞാൻ VFX പഠിച്ചത്. അപ്പൊ ഞാൻ അതിന്റെ കളറിയും VFX ചെയ്യും, ടൈറ്റിൽ ആനിമേഷൻ അങ്ങനെ എല്ലാം ചെയ്യും. അനന്തേട്ടൻ മ്യൂസിക് ചെയ്യും. അനന്തേട്ടന്റെ അമ്മ അച്ഛൻ മ്യൂസിക് പഠിപ്പിക്കുന്ന ആളാണ്. അപ്പൊ അവര് പാട്ട് പാടും. നമുക്ക് ആകെ സ്റ്റുഡിയോ റെന്റ് മാത്രമേ ഉള്ളൂ. പണ്ട് മാജിക്സ് മ്യൂസിക് മേക്കർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ അതില് നമുക്ക് മ്യൂസിക് കമ്പോസ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മള് എല്ലാം സ്വന്തമായിട്ട് ഞാൻ തന്നെ പൊറോട്ട അടിക്കുന്നു, ഞങ്ങൾ തന്നെ കഴിക്കുന്നു. അപ്പം വലിയ ചെലവുകളൊന്നുമില്ല. അങ്ങനെയാണ് ഈ ശാന്തി മുഹൂർത്തം ഹിറ്റായി. അങ്ങനെ നമുക്ക് കുറച്ച് സിനിമ ആൾക്കാരുടെ അടുത്തുനിന്ന് കോൾ വന്നു. ആദ്യം വരുന്ന ആരുടെ അടുത്തുനിന്ന്? പേരുകള് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാര്യം എന്താ പറയാ, എനിക്കൊരു അവസരം വന്നു, അത് പറയാം. എനിക്കൊരു നല്ല ഒരു അവസരം വന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമയാണ്. ആ സിനിമ ഞാൻ നായകനായിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു ആ സിനിമ അന്ന്. ഞാൻ ഭയങ്കര ഹാപ്പി. ആണോ, ഈ സിനിമ കണ്ട് ഓക്കെ, ആദ്യമായി നായകനായിട്ട് സിനിമയിൽ നമ്മൾ ചെയ്ത ഈ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ട് ഒരാള് വിളിച്ചിട്ട് ഒരു മൂവിയില് നായകനാവാനുള്ള ഓഫർ തരികയാണ്. ഗ്രേറ്റ്. അപ്പൊ എനിക്ക് ഓക്കെ, ഞാൻ ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സന്തോഷമായി. അങ്ങനെ അതിന്റെ പ്രോസസ്സ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയി, സെറ്റിലേക്കൊക്കെ പോയി. അദ്ദേഹം ആ സമയത്ത് ഒരു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സിനിമയുടെ. അപ്പോൾ അതിലേക്കൊക്കെ പോയപ്പോൾ ആ സിനിമയിൽ ഒരു അവസരം തരാമെന്ന് പറഞ്ഞു. പക്ഷെ അതും നിർഭാഗ്യവശാൽ കിട്ടിയില്ല. എന്തൊക്കെയോ ഡേറ്റ് ക്ലാഷ്. അപ്പോൾ അതുകൊണ്ട് അവസരം ഇല്ലടാ, നമുക്ക് അടുത്തുണ്ടല്ലോ, നായകനാണല്ലോ, വയ്ക്കോ എന്നൊക്കെ ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞ് ഞാൻ പോയി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ കാണുന്നത് ഒരു ന്യൂസാണ്, ഇദ്ദേഹം കുറച്ച് ആൾക്കാരെ വെച്ച് പടം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ അപ്പം അതിൽ എൻ്റെ പേരില്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്തായി. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല പ്രൊഡ്യൂസർ കുറച്ച് പ്രശ്നമാണ്, അതുകൊണ്ട് ഓഡീഷന് വാ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി, കട്ട് ചെയ്ത്. എനിക്ക് വിഷമമായി. ഞാനപ്പോൾ അവിടെ കിടന്ന മുട്ടൻ കരച്ചിൽ വീട്ടിൽ. ഞാനിപ്പം ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം അവിടെ റൂമിലിരുന്ന് ഞാൻ ഒരേ കരച്ചില്. എനിക്ക് അത്ര ആഗ്രഹിച്ചായിരുന്നു ആ സമയത്ത് അത് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള രീതിയിൽ. അപ്പം അനന്തേട്ടൻ ഇങ്ങനെ പറഞ്ഞു, നല്ലതിനായിരിക്കുമോടാ, നീ ടെൻഷൻ ആവണ്ട, നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ആനന്ദേട്ടൻ ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ആ ഒരു അവസരം പോയി. ക്യൂരിയോസിറ്റി കാരണം ഇത് ടെലികാസ്റ്റ് ചെയ്യൂല. ഏതായിരുന്നു പടം? ടെലികാസ്റ്റ് ചെയ്യരുത്. ഇല്ല, അത് മ്യൂട്ട് ചെയ്തോളെ. ആ പേര് പറയുന്ന സ്ഥലം മ്യൂട്ട് ചെയ്തോളെ. ഓക്കെ.
ചുമ്മരി. ഓക്കെ ഓക്കെ ഇടരുതട്ടാ. ഇല്ല 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 ഇല്ല. അപ്പം അതിന് പക്ഷെ നീ ചേരുവായിരുന്നു കേട്ടോ അതിനകത്ത്. നന്നായി പോവായിരുന്നു. അതെ. അപ്പം അതിപ്പോ ആലോചിക്കുമ്പോ നന്നായി തോന്നുന്നു അല്ലേ എന്ന് തോന്നി. കുഴപ്പമില്ല. അത് പല തലങ്ങളിൽ പല രീതിയിൽ പോയൊരു പടമാണത്. അതെ, നല്ല സിനിമയായിട്ട് പോയി. അതെ അതെ, നല്ല രീതിയിൽ പോയി. എനിക്ക് ഒരു വിഷമം അല്ല, വിഷമം വരും ഉണ്ട് ഇപ്പോഴും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞു. പക്ഷെ ആ സമയത്താണ് നിതീഷ് ഏട്ടൻ, ഫാലിമിയുടെ ഡയറക്ടർ, അന്ന് പുള്ളി അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിട്ട് നടക്കുന്ന സമയമാണ്. അപ്പൊ പുള്ളി എന്നെ ബാംഗ്ലൂർ എന്നെ കാണാൻ വന്നു. അളിയാ, പുള്ളി ട്രിവാൻഡ്രം പാപ്പനംകോടുകാരനാണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഷോർട്ട് ഫിലിം കണ്ടോളി, ഒരു രക്ഷയില്ല, നീ എവിടെ? ഞാൻ ഇവിടെ ബാംഗ്ലൂരാണ് പഠിക്കണ. ഞാൻ വരുന്നുണ്ട് ബാംഗ്ലൂര്, എനിക്ക് നിന്നെ കാണണം ഇതൊക്കെ പറഞ്ഞിട്ട് നിതീഷ് ഏട്ടൻ എന്നെ കാണാൻ വന്ന്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയായി. അങ്ങനെ നിതീഷ് ഏട്ടൻ ആദ്യമായി ഒരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും, ഇങ്ങനെ ഒരു പടം ഉണ്ടടാ, നീ അതിൽ ക്യാരക്ടർ ചെയ്തോ എന്നൊക്കെ പറയാം. ഒരു അനിയന്റെ ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഫാലിമി അല്ല, വേറൊരു സിനിമ ഇതേപോലെ തന്നെ. പക്ഷെ ആ സിനിമ നടന്നില്ല. പക്ഷെ പുള്ളിയുടെ ആദ്യത്തെ ഷോർട്ട് ഫിലിം മാഗ്നിറ്റോ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. മാഗ്നിറ്റോ അത് അത്യാവശ്യം നല്ലൊരു ക്രിട്ടിക്കൽ റെഫറൻസിലുള്ള എന്തെങ്കിലും ആണ്. അത് അനന്തേട്ടൻ അഭിനയിച്ചേക്കുന്നത്, ഞാനും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇത് കുറെ ഷോർട്ട് ഫിലിം ഞാൻ കാണേണ്ടി വരുമല്ലോ. കാണേണ്ടി വരും. മാഗ്നിറ്റോ. അപ്പൊ അതും ക്രിട്ടിക്കലി അത്യാവശ്യം നല്ല നന്നായിട്ട് പോയായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിന്റെ VFX ആർട്ടിസ്റ്റ് ഞാനായിരുന്നു. അപ്പൊ പുള്ളിയുടെ ഷോർട്ട് ഫിലിമിൽ ഞാൻ അങ്ങനെ ഒരു ഭാഗമായി. അങ്ങനെ ഞങ്ങളൊരു ടീമായി. ഞാൻ, നിതീഷ് ഏട്ടൻ, അതിലേക്ക് അനുരാജ് എന്ന് പറഞ്ഞ നമ്മുടെ വാഴയില അഭിനയിച്ച പുള്ളിയാണ്. ഇപ്പൊ പുള്ളി നിതീഷ് ഏട്ടൻ്റെ കൂടെ മമ്മൂക്ക പടത്തിന്റെ റൈറ്ററാണ്. അപ്പൊ അനുരാജ് ജോയിൻ ചെയ്തു. അപ്പം ഞങ്ങളെല്ലാവരും, ഞാൻ, അനന്തേട്ടൻ, അനുരാജ്, നിതീഷ് ഏട്ടൻ, എല്ലാവരും നമ്മൾ ഭയങ്കര കമ്പനിയായി. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടെ ഒരു വെബ് സീരീസ് ചെയ്തു, കല്യാണ കച്ചേരി എന്ന് പറഞ്ഞ വെബ് സീരീസ് ചെയ്തു. ഇതിന്റെ ഇടയിൽ അത് ഞാൻ ആക്ച്വലി എന്റെ പേര് കേട്ടിട്ടുണ്ട്, കല്യാണ കച്ചേരി കേട്ടിട്ടുണ്ട്. അതൊക്കെ റീസെന്റ് ചെയ്തു. അതിന് മുന്നേ ഞാൻ സിനിമയിലേക്ക് വന്നു. ഓഗസ്റ്റ് സിനിമാസിന്റെ ഓഡിഷനിൽ 18-ാം പടിയിലേക്ക് കയറി. 18-ാം പടിയാണ് എന്റെ ആദ്യത്തെ സിനിമ.